നമസ്കാരം. ഈ വാർത്ത ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ എത്ര പേർ സീരിയസ് ആയി ഇത് എടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാർത്ത ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ മുഴുവനായി കൊടുക്കാം. നിങ്ങൾ സൗകര്യപൂർവ്വം വായിക്കുക. ആദ്യം ഞാനിതിൻ്റെ വിഷയം ഞാനൊന്ന് അവതരിപ്പിക്കാം. കാക്കനാട് ഒരു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നായ്ക്കറിനെ പൊടി കൊണ്ടുള്ള ഒരു ഒരു അതിക്രമം അനുഭവപ്പെട്ട വാർത്തയാണിത്. ഒരു മാസം മുമ്പാണ് സംഭവം നടക്കുന്നത്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 3-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. ആ 3-ന് ചില കുട്ടികൾ നായ്ക്കുരുണ പൊടി കൊണ്ടുവരുന്നു. നായ്ക്കുരുണ എന്ന് പറയുന്നത് നമ്മുടെ വാളൻപുള്ളി പോലെയുള്ള ഒരു സംഗതിയാണ്. അതിന് പുറത്തെ വളരെ നേർത്ത നാരുകൾ, അതാണ് നമ്മൾ നായ്ക്കുരുണ പൊടി എന്ന് പറയുന്നത്. ആ നാരുകൾ നമ്മുടെ മേലേക്ക് വീണ് കഴിഞ്ഞാൽ, ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൊടികളായി മാറും. അത് എവിടെയൊക്കെയാണോ വീഴുന്നത് അവിടെയൊക്കെ വളരെ രൂക്ഷമായ ചൊറിച്ചിലുണ്ടാക്കും. ഒരു കാരണവശാലും നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയില്ല. അത്ര ഭീകരമായ ചൊറിച്ചിലായിരിക്കും. ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മേലേക്ക് ഈ നായ്ക്കുരുണ പൊടി കൂട്ടുകാരികൾ കൊണ്ടുവന്നിടുന്നു. ആ കുട്ടിയുടെ വസ്ത്രത്തിനുള്ളിലേക്ക് ഈ നായ്ക്കുരുണ പൊടി വീണു. അസഹനീയമായ ചൊറിച്ചിൽ, അത്രത്തോളം വലിയ ചൊറിച്ചിൽ ഉണ്ടാകുമ്പോൾ ഇവൾ ബാത്റൂമിലേക്ക് ഓടി, കരഞ്ഞ് നിലവിളിച്ചു, പല ലോഷനും ഇട്ടു, ഒരു രക്ഷയുമില്ല. ബാത്റൂമിലേക്ക് ഓടി, വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി, അവിടെ നിന്ന് ചൊറിഞ്ഞു, മേലേക്ക് കുളിച്ചു നോക്കി, ഒരു രക്ഷയുമില്ല. കാരണം ഈ പൊടി അങ്ങനെ പോകുന്നൊരു പൊടിയല്ല, മേത്തേക്ക് പറ്റിപ്പിടിച്ചിരിക്കും, ശരീരത്തേക്ക് പറ്റിപ്പിടിച്ചിരിക്കും. അത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ പൊടിഞ്ഞ് ശരീരമാസകലം വ്യാപിക്കും. അങ്ങനെ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ, മറ്റു ഭാഗങ്ങളിലൊക്കെ മുഴുവൻ ഈ പൊടി വ്യാപിച്ചു. ആകെ ബുദ്ധിമുട്ടായി, കാലുകൾ അടുപ്പിച്ചു വെക്കാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയിലായി. ഈ കുട്ടി നിലവിളിച്ചു. അധ്യാപികമാർ വന്ന് ചോദിക്കുമ്പോഴും ഈ പുറത്ത് നിൽക്കുന്ന കുട്ടികളിൽ നിന്ന് കളിയൊക്കെ ചിരിക്കുന്നു എന്നല്ലാതെ കാര്യം പറയുന്നില്ല. എന്നാൽ പിന്നീട് സീരിയസ് ആണ് എന്ന് മനസ്സിലാക്കി കുട്ടിയുടെ വീട്ടിൽ വിവരമറിയിച്ച് വീട്ടുകാർ കൊണ്ടുവന്ന വസ്ത്രം ധരിച്ച് കുട്ടി വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ദിവസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിൽ തേടി. മനസ്സിലാക്കേണ്ടത് എന്താണ് വസ്തുത എന്നറിയാതെ, ഈ നായ്ക്കുരുണ പൊടിയുടെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാകാതെയാണ് ഈ ചികിത്സ എന്ന് പറയുന്നത്. ഇതിന് വളരെ നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു സംഭവം ഉണ്ട്, തൈര് എന്നൊരു സംഭവം. അത് മേലേക്ക് പുരട്ടി കഴിഞ്ഞാൽ ആ ചൊറിച്ചിൽ വളരെ പെട്ടെന്ന് ശമിക്കുന്നതായി നമുക്ക് കാണാം. പക്ഷെ ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. ഇവിടെ അത്തരത്തിലൊന്നും ചെയ്യാത്തത് കൊണ്ട് കുട്ടിക്ക് പിന്നീട് മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നത് മാത്രമല്ല, മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ വന്നു. ഈ കുട്ടി ആശുപത്രിയിലായപ്പോൾ മോഡൽ എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടില്ല, ആവശ്യത്തിനുള്ള ഹാജരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതുന്നത് നിഷേധിക്കും എന്ന് പറഞ്ഞാൽ ആനുവൽ എക്സാം എഴുതുന്നത് നിഷേധിക്കും എന്നുള്ള സ്ഥിതി വന്നു. അത്തരത്തിൽ ഒരുപാട് മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയി. ഇതൊക്കെ ഒരു നായ്ക്കുരുണ പൊടിയാണ് കാരണം. ഇതിനേക്കാൾ ഉപരി ആ ബാത്റൂമിൽ അവൾ വസ്ത്രമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ പറയുന്നുണ്ട്. ടീച്ചറെ, ഞാൻ വസ്ത്രം ധരിക്കാതെയാണ് നിൽക്കുന്നത്, അത് എനിക്ക് ഈ വസ്ത്രം ധരിക്കാൻ പറ്റില്ല, ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, അല്ലാതെ തന്നെ ചൊറിച്ചിലാണ്, എനിക്ക് ആകെ പ്രയാസമാണ്, അത് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ മണിക്കൂറുകളോളം അങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. 10ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയാണ്. ആൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ അത്രയധികം പ്രശ്നം ഉണ്ടായെന്ന് വരില്ല. പക്ഷെ ഒരു പെൺകുട്ടിയുടെ മാനസിക നില ഒന്ന് ചിന്തിക്കും. ഞാനതിൻ്റെ മാനസിക നിലയാണ് ചിന്തിക്കുന്നത്. ആ കുട്ടിക്ക് മറ്റുള്ളവരെ മുന്നിലേക്ക് പിന്നെ പോകാൻ, സംസാരിക്കാൻ, നിൽക്കാൻ സാധിക്കുമോ? അപ്പം അത്രത്തോളം മാനസികമായി ഒരു വിഷയമുണ്ടായപ്പോൾ അതിനെ ഉചിതമായ രീതിയിൽ ആ സ്കൂൾ കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ്. അതും കൂടെ നമ്മൾ ആലോചിക്കണം. വളരെ വളരെ പ്രയാസമാണ് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അതിക്രമം ആരും ചെയ്ത് കളയരുത്. കാരണം ഈ നായ്ക്കുരുണ പൊടി എന്ന് പറഞ്ഞാൽ അത്രത്തോളം അപകടകാരിയാണ്. അത് നായ്ക്കുരുണ പൂത്ത് കഴിഞ്ഞാൽ, അത് കായ്ച്ചു കഴിഞ്ഞാൽ, അത് ഉണങ്ങുന്ന സമയത്ത് ആ ഏരിയയിൽ മനുഷ്യൻ പോകാറില്ല. പക്ഷേ ഇത് വളരെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ, വളരെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങ് പോയി എന്ന് കരുതാം. പക്ഷെ അതിനേക്കാളും വളരെ അസഹനീയമായ ചൊറിച്ചിലാണെന്നാണ് മനസ്സിലാകുന്നത്. പെൺകുട്ടികളൊക്കെ സംബന്ധിച്ച് സ്വകാര്യ ഭാഗത്തൊക്കെ ഈ പൊടി പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത്രത്തോളം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസ് കേസെടുത്തെന്ന് പറയുന്നുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് പ്രകാരം 5 പെൺകുട്ടികൾക്കെതിരെ കേസ്, പിന്നെ കാര്യഗൗരവം കൃത്യമായി എടുക്കാത്തത് കൊണ്ട് 2 അധ്യാപകർക്ക് നേരെ BNS പ്രകാരമുള്ള കേസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ആദ്യം 17-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഇവർ പോയിരുന്നു, ഇതിൻ്റെ മാതാവ് പോയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് കേസ് കൊടുത്തിട്ട് കാര്യമില്ല എന്ന ഒരു നിലപാടാണ് പോലീസ് എടുത്തതെന്ന് പറയുന്നു. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ എന്ത് തോന്നിയസവും കാണിക്കാമെന്ന് നിയമം എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ്. 18 വയസ്സിന് താഴെയാണെങ്കിൽ അവർ സുരക്ഷിതരാണ്. അപ്പോൾ ഈ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. അവരുടെ ആ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ജീവിതം തന്നെ തകർന്നു പോയി കുട്ടികൾ ആത്മഹത്യ ചെയ്താലും ഒന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ മൈനറായ കുട്ടി, ഇപ്പോൾ പാലൽ കോളേജിൽ പഠിക്കുന്ന കുട്ടി ഇപ്പോൾ ഒരാളെ കൊന്നത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ മൈനർ ആണെങ്കിൽ എന്തുമാകാമെന്ന് ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ ഉണ്ടെങ്കിൽ ആ നിയമം മാറ്റണം. അത് ശരിയല്ല. ഇവിടെ അറിഞ്ഞോ അറിയാതെയോ
എന്നെ കേൾക്കുന്ന എൻ്റെ വീഡിയോ കാണുന്നവരുടെ മക്കളും അതുപോലെ നിങ്ങളുമൊക്കെ എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കണം, ഈ പൊടി എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കളിക്കരുത്. അത് ആരുടെ മേലെ കൊണ്ടൊന്നും ഇടരുത്. അത് അത്രത്തോളം പ്രയാസമാണ്. ഒരൊറ്റ നാര് മതി, നമ്മൾ ചൊറിയുന്ന ഭാഗത്തൊക്കെ എത്തും, ശരീരമാസകലം എത്തും, വളരെ പ്രയാസമുണ്ടാക്കും. എത്രത്തോളം പ്രയാസമുണ്ടാക്കി എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനിയുള്ള വാർത്ത നിങ്ങളൊന്ന് വായിച്ചു നോക്ക്, സമയമുള്ളവർ വായിച്ചു നോക്ക്. നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും എത്രത്തോളം ആ കുടുംബം അനുഭവിച്ചു എന്നുള്ളത്. Different angles. Don't forget to subscribe and support this channel.